CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ വിമർശനങ്ങളുമായി പാർട്ടിക്ക് പുറത്തുവന്ന TK ഗോവിന്ദന് തളിപ്പറമ്പിൽ ഉണ്ടായത് അട്ടിമറി വിജയം. MV ഗോവിന്ദന് പിന്നാലെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയായിരുന്നു പ്രധാനമായും TK ഗോവിന്ദൻ ഉയർത്തിയ വിമർശനം. പാർട്ടി ശക്തമായി TK ഗോവിന്ദനെ എതിർത്തപ്പോഴും തന്റെ ആരോപണത്തിൽ ഉറച്ചുനിന്ന TK ഗോവിന്ദന് കോൺഗ്രസ് പിന്തുണയും പ്രഖ്യാപിച്ചു. വോട്ടെണ്ണലിൽ ഏതാണ്ട് എല്ലാ സമയവും ആധിപത്യം പുലർത്താനായി TK ഗോവിന്ദന്. PK ശ്യാമളയ്ക്ക് വലിയ അവസരങ്ങളൊന്നും നൽകിയില്ലെന്ന് വോട്ടെണ്ണൽ ഫലങ്ങൾ തെളിയിച്ചു. 90,353 വോട്ടാണ് TK ഗോവിന്ദൻ നേടിയത്. ഇതോടെ 12,627 വോട്ടിന്റെ വ്യക്തമായ ഭൂരിപക്ഷം TK ഗോവിന്ദന് നേടാനായി. 77,726 വോട്ടുകൾ മാത്രമാണ് PK ശ്യാമളക്ക് ലഭിച്ചത്. BJP സ്ഥാനാർത്ഥി N ഹരിദാസന് 15,903 വോട്ടും ലഭിച്ചു. CPMന്റെ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് TK ഗോവിന്ദൻ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ CPM സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതാണ് TK ഗോവിന്ദന്റെ പാർട്ടിയിൽ നിന്നുള്ള പുറത്തുപോകലിന് പ്രധാന കാരണം. പതിറ്റാണ്ടുകളായി ഇളകാതെ നിൽക്കുന്ന പാർട്ടി കോട്ടയെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് തളിപ്പറമ്പിനെ. ഏതു കൊടുങ്കാറ്റിലും കൂടെ നിൽക്കുമെന്ന് CPM ഉറച്ചു വിശ്വസിച്ചിരുന്ന മണ്ഡലം. ആ വിശ്വാസത്തിന് മുകളിലാണ് TK ഗോവിന്ദൻ വിജയം കൈവരിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെയിംസ് മാത്യു 40,000 വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമായിരുന്നു തളിപ്പറമ്പ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KS സുധാകരനോടൊപ്പമായിരുന്നു മണ്ഡലം നിന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഈ ക്ഷീണം തീർത്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8,787 വോട്ടുകളുടെ ലീഡാണ് UDF തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് നേടിയത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM അനുകൂലമായാണ് മണ്ഡലം പ്രതികരിച്ചിരുന്നത് എന്നതും ശ്രദ്ധേയം. ഏജനറ്റ് ന്യൂസ്.